has heard Pakistan's Defence Minister Khwaja Asif admitting and confessing Pakistan's history of supporting, training and funding terrorist organizations in a recent television interview. പാകിസ്ഥാൻ തെമ്മാടി രാജ്യമെന്ന ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ഭീകരത വളർത്തുന്നത് പാക് പ്രതിരോധ മന്ത്രി സമ്മതിച്ചത് യുഎന്നിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇന്ത്യൻ പ്രതിനിധി യോജന പട്ടേൽ. പഹൽഗാം ഭീകരർക്കായി വ്യാപക തെരച്ചിൽ, നിർണായക സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തി NIA. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം വിളിച്ച് പ്രധാനമന്ത്രി. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ല. ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള നീക്കമെന്ന് കോൺഗ്രസ്. VD സതീശനെ ഒഴിവാക്കിയത് സർക്കാർ പരിപാടികൾ പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നതിനാൽ. വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണെന്ന് A. വിൻസെന്റ് MLA. പുലിപ്പല്ല് കേസിൽ വേടൻ അറസ്റ്റിൽ, കോടതിയിൽ ഹാജരാക്കി. വേടനെ പിടികൂടിയത് കഞ്ചാവ് വലിക്കുന്നതിനിടെയെന്ന് FIR. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ രംഗത്തുള്ളവരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഹെഡ്ഗേവാർ വിഷയത്തിൽ പാലക്കാട് നഗരസഭയിൽ ബഹളം. നഗരസഭാ യോഗത്തിൽ പ്രതിഷേധവുമായി UDF CPM കൗൺസിലർമാർ. സ്പെഷ്യൽ സ്കൂളിന് ഹെഡ്ഗേവാറിന്റെ പേരിടാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം, തീരുമാനം മാറ്റില്ലെന്ന് BJP. കാനഡയിൽ ലിബറൽ പാർട്ടിക്ക് ഭരണ തുടർച്ച. മാർക്ക് കാർണി പ്രധാനമന്ത്രിയായി തുടരും. തോൽവി സമ്മതിച്ച് കൺസർവേറ്റീവ് പാർട്ടി. PV അൻവർ കോൺഗ്രസിലേക്ക്. തൃണമൂൽ ബന്ധം ഉപേക്ഷിക്കുമെന്ന് സൂചന. കോൺഗ്രസുമായി രഹസ്യ ചർച്ചകൾ തുടരുന്നു. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. നിഷേധിച്ച് തൃണമൂൽ. പഹൽഗാം ഭീകരാക്രമണത്തിൽ നിർണായകമായ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുകയാണ് NIA. ആക്രമണ സമയത്ത് മരത്തിന് മുകളിൽ ഒളിച്ചിരുന്ന പ്രദേശവാസിയെ ബൈസരണിൽ എത്തിച്ച് ആക്രമണ രംഗം NIA പുനരാവിഷ്കരിച്ചു. ഭീകരരുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മലയാളിയായ ശ്രീജിത്തിന്റെ മൊഴിയും NIA രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഹൽഗാമിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഹാഷി മൂസ പാക് ആർമിയിലെ മുൻ സ്പെഷ്യൽ കമാൻഡോയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ NIA അന്വേഷണം തുടരുകയാണ്. കൊല്ലപ്പെട്ടവർക്കൊപ്പമുണ്ടായിരുന്നവരുടെയും സംഭവസ്ഥലത്തുണ്ടായിരുന്ന പ്രദേശവാസികളുടെയും മൊഴി NIA രേഖപ്പെടുത്തി. ബൈസരണിലെ ഭീകരാക്രമണ രംഗവും NIA പുനരാവിഷ്കരിച്ചു. ആക്രമണ സമയത്ത് 1 മണിക്കൂറിലധികം നേരം മരത്തിൽ ഒളിച്ച പ്രദേശവാസിയെ ബൈസരണിലെത്തിച്ചാണ് രംഗം പുനരാവിഷ്കരിച്ചത്. ഭീകരരിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇയാൾ മരത്തിൽ കയറിയത്. നടന്ന സംഭവം ഇയാൾ അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു. മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളും NIA ശേഖരിച്ചു. ആക്രമണം നടന്ന സ്ഥലത്ത് 400-ലധികം പേരുണ്ടായിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ആക്രമണത്തിന് 3 ദിവസം മുമ്പ് ബൈസരണിൽ നിന്ന് ഭീകരരുടെ സാമ്യമുള്ള ദൃശ്യങ്ങൾ പകർത്തിയ മലയാളിയായ ശ്രീജിത്തിന്റെ മൊഴിയും മുംബൈയിലെത്തിയ NIA സംഘം രേഖപ്പെടുത്തി. മൊഴിയെടുപ്പ് 5 മണിക്കൂർ നീണ്ടതായി ശ്രീജിത്ത് ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇന്നലെ രാവിലെ മുംബൈ ഹെഡ് ഓഫീസിൽ NIA വിളിച്ചിട്ട് മോർണിംഗ് തൊട്ട് ഏകദേശം 5 മണിക്കൂറോളം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും അവരുടെ ടെക്നിക്കൽ ടീം SP DYSP ലെവലിലുള്ള സീനിയർ ഓഫീസേഴ്സ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടന്ന് NIA മുംബൈയിൽ. പിന്നെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത്, പക്ഷെ അത് മീഡിയയോട് ഔട്ട് ചെയ്യരുതും, ചില സീക്രട്ട് കാര്യങ്ങളും നാഷണൽ സെക്യൂരിറ്റിയുടെ കാരണം എല്ലാ കാര്യങ്ങളും മീഡിയയോട് പറയരുതു എന്ന് പറയുന്ന കാരണം. പഹൽഗാമിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ സംഘത്തിലെ 2 പേര് 1.5 വർഷം മുമ്പാണ് ഇന്ത്യയിലെത്തിയത്. സാംബ അതിർത്തിയിലൂടെയാണ് ഹാഷിം മൂസയും അലിഭായ് എന്ന് വിളിക്കുന്ന തൽഹയും നുഴഞ്ഞു കയറിയത്. ഇതിൽ ഹാഷിം മൂസ പാക് ആർമിയിലെ മുൻ സ്പെഷ്യൽ കമാൻഡോയാണ്. സെഡ്മോർ ടണൽ ആക്രമണത്തിന് പിന്നിലും മൂസയാണെന്ന് സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കുന്നു. ഇവർ ഇപ്പോൾ അനന്തനാഗ് മലനിരകളിലുണ്ടെന്നാണ് നിഗമനം. അതിനിടെ ഐക്യരാഷ്ട്രസഭയിൽ വിഷയം ഉന്നയിച്ച ഇന്ത്യ ആഗോള ഭീകരതയ്ക്ക് ഇന്ധനം നൽകുന്ന തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാനെന്ന് തുറന്നടിച്ചു. The whole world has heard Pakistan's Defence Minister Khwaja Asif admitting and confessing Pakistan's history of supporting, training and funding terrorist organizations in a recent television interview.
എന്നാൽ നിയന്ത്രണ രേഖയിൽ 5-ാം ദിവസം വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. രാജ്യം സങ്കീർണമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭീകരവാദി ആക്രമണത്തെ മുൻനിർത്തി രാഷ്ട്രീയ വിവാദവും ശക്തമാവുകയാണ്. പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും മൗനമെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നടത്തുന്ന കടുത്ത വിമർശനം പാക് രാഷ്ട്രീയ നേതാക്കളും ഏറ്റെടുക്കുകയാണ്. പാകിസ്ഥാൻ ഏജന്റായി കോൺഗ്രസ് മാറിയെന്നാണ് BJP നൽകുന്ന മറുപടി. തീവ്രവാദത്തെ ചെറുക്കാൻ സർക്കാരിനൊപ്പമാണെന്ന് പറയുമ്പോഴും കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ്. പ്രധാനമന്ത്രിക്ക് മൗനമെന്ന പ്രചരണത്തിന് തലയില്ലാത്ത പ്രധാനമന്ത്രിയുടെ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. അതിർത്തിയിൽ നിന്നും 200 കിലോമീറ്റർ അകലെയുള്ള പെഹൽഗാമിലേക്ക് ദിവസങ്ങൾക്ക് മുമ്പേ ആയുധങ്ങളുമായി തീവ്രവാദികൾ എങ്ങനെയെത്തി? പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതികരിക്കണം. സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വീഡിയോയിലൂടെ കോൺഗ്രസ് ചോദിക്കുന്നു. How did heavily armed terrorists cross the border? How did they travel 200 kilometers inside our territory? How did such a massive intelligence failure happen? Why was there no security where thousands of tourists had gathered? പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കളും കോൺഗ്രസിന്റെ വിമർശനം ഇന്ത്യക്കെതിരെ ആയുധമാക്കുന്നു. മോഡി സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയ്ക്ക് പാകിസ്ഥാനെ ബലിയാടാക്കുന്നുവെന്ന് ആരോപിച്ച് പാക് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭുട്ടോ രംഗത്ത് വന്നു. Pakistan is sick and tired of the Modi government scapegoating Pakistan for every single security failure within India and then within the Indian context, him scapegoating the Muslims of Kashmir and Muslims elsewhere for his own internal problem. ഇതിനിടെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്ത് വന്നു. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും നൽകിയ കത്തിനോട് സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പെഹൽഗാമിൽ വെടിവെപ്പ് നടത്തിയ ഭീകരർക്കായുള്ള തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് സൈന്യം. കശ്മീരിലെ വനമേഖലകളിലാണ് തെരച്ചിൽ നടക്കുന്നത്. ആക്രമണ സമയത്ത് പെഹൽഗാമിൽ സിപ്പ് ലൈൻ സർവീസ് നടത്തുകയായിരുന്ന വ്യക്തിയെയും NIA ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. വെടിവെപ്പ് നടന്നപ്പോൾ ഇയാൾ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിരുന്നു. ഇതേക്കുറിച്ചുള്ള വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോ ആദ്യം കാണാം. ഈ വിനോദസഞ്ചാരിയെ കയറ്റിവിട്ട ആളാണ് ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിലുള്ളത്. NIA ചോദ്യം ചെയ്തു വരികയാണ്. സിപ്പ് ലൈനിലേക്ക് ഈ വിനോദസഞ്ചാരിയെ ഋഷി ഭട്ട് എന്ന വിനോദസഞ്ചാരിയെ കയറ്റിവിടുന്ന സമയത്ത് അള്ളാഹു അക്ബർ എന്ന് അയാൾ വിളിച്ചിരുന്നു. സിപ്പ് ലൈൻ ഓപ്പറേറ്റർ വിളിച്ചിരുന്നു. ഇതാണ് NIAയുടെ കസ്റ്റഡിയിലാകാൻ കാരണം. അതുമാത്രമല്ല, ഈ സമയത്ത് പിന്നിൽ വെടിയൊച്ച കേൾക്കാമായിരുന്നു. പക്ഷേ വെടിവെപ്പ് തുടങ്ങിയെന്ന് അറിഞ്ഞിട്ട് പോലും സിപ്പ് ലൈനിലേക്ക് ഋഷി ഭട്ടിനെ കയറ്റിവിട്ടു എന്നതാണ് സംശയത്തിന് ഇട നൽകിയിരിക്കുന്നത്. സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗം നാളെ ചേരാൻ പോവുകയാണ്. നിർണായക തീരുമാനങ്ങളിലേക്കാണ് രാജ്യം പോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ്. സജിത്ത്, ഈ വീഡിയോ വളരെ നിർണായകമായിട്ടുണ്ടല്ലോ. ഇപ്പോൾ NIA ഇത് പ്രകാരമാണല്ലോ ഇപ്പോൾ ഈ സിപ്പ് ലൈൻ ഓപ്പറേറ്ററെ, ആദ്യം ഈ ദൃശ്യത്തിന്റെ തുടക്കത്തിൽ ആ സിപ്പ് ലൈൻ ഓപ്പറേറ്ററെ കാണാം. സിപ്പ് ലൈൻ ഓപ്പറേറ്റർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടാണ് ഋഷി ഭട്ടിനെ ആ സിപ്പ് ലൈനിലേക്ക് കയറ്റിവിടുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ പിന്നിൽ വെടിയൊച്ച കേൾക്കാം. ആ വെടിശബ്ദം കേട്ടിട്ടും ഋഷി ഭട്ട് എന്ന ഈ വിനോദസഞ്ചാരിയെ എന്തിന് സിപ്പ് ലൈനിലേക്ക് കയറ്റിവിട്ടു, ആ ഭീകരർക്ക് നടുവിലേക്ക് അയച്ചു എന്നുള്ള ഒരു സംശയമാണല്ലോ ഉയർന്നിരിക്കുന്നത്. അതെ മഞ്ജുഷ്, വളരെ ആസൂത്രിതമാണ് അവിടെ നടന്ന ഈ വെടിവെപ്പ്. അത് സംബന്ധിച്ച വിലയിരുത്തലാണ് സുരക്ഷാ സേനകൾ നടത്തിയത്. അങ്ങനെ അവിടെ ആ സമയത്തുണ്ട വിനോദസഞ്ചാരികൾ പകർത്തിയ ദൃശ്യങ്ങൾ പരിപൂർണമായി NIA ശേഖരിക്കുന്നുണ്ട്. അതിൻ്റെ തെളിവുകൾ ശേഖരിച്ചുള്ള പരിശോധനയിലാണ് ഇത്തരമൊരു സൂചനയിലേക്ക് ഇപ്പോൾ NIA എത്തുന്നത്. കാരണം ആ വിനോദസഞ്ചാരിയെ സിപ്പ് ലൈൻ സർവീസിൽ അദ്ദേഹത്തെ കയറ്റിവിടുന്നതിന് തൊട്ട് മുമ്പ് ഇദ്ദേഹം അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നതായ ആ വീഡിയോ ദൃശ്യങ്ങളിൽ ഉണ്ട്. അതിൻ്റെ തെളിവുകളാണിപ്പോൾ അന്വേഷണ ഏജൻസികൾ ശേഖരിക്കുന്നത്. അതായത് വളരെ ബോധപൂർവമായി അവിടെ നടന്നു. അവിടെ വെടിവെപ്പ് നടക്കുന്ന കാര്യം ഈ സിപ്പ് ലൈൻ സർവീസ് നടത്തുന്ന വ്യക്തിക്ക്, ഓപ്പറേറ്റർക്ക് അറിയാമായിരുന്നു എന്ന ഒരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ NIA എത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിനോദസഞ്ചാര ഓപ്പറേഷൻ നടത്തുന്ന ആ മേഖലയിലുള്ളവർക്ക് കൂടുതൽ പ്രാദേശിക ബന്ധം ഈ തീവ്രവാദികൾക്ക് കിട്ടി എന്ന വിലയിരുത്തലിലേക്ക്
NIA എത്തുന്നു എന്ന സൂചന കൂടി വരുന്നുണ്ട്. സിപ്ലൈനിലേക്ക് ഈ ടൂറിസ്റ്റിനെ കയറ്റിവിടുന്ന സമയത്ത് തന്നെ അവിടെ വെടിവെപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്ന് ആ വീഡിയോയുടെ തുടക്ക ഭാഗത്ത് തന്നെ വ്യക്തമാണല്ലോ സജിത്ത്. ആ സമയത്ത് വെടിശബ്ദം കേൾക്കാമായിരുന്നു. മാത്രമല്ല ആ വെടിശബ്ദം കേട്ട ഭാഗത്തേക്ക് ആ തൊപ്പിവെച്ചയാളാണ് സിപ്ലൈൻ ഓപ്പറേറ്റർ. പുറകിൽ ആ സിപ്ലൈൻ ഓപ്പറേറ്ററാണ് ഈ വിനോദസഞ്ചാരി ടൂറിസ്റ്റിനെ സിപ്ലൈനിലേക്ക് കയറ്റിവിട്ടത്. പക്ഷെ അതേ സമയത്ത് തന്നെ അവിടെ വെടിവെപ്പ് നടക്കുന്നത് ആ ഓപ്പറേറ്റർ കാണുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഋഷി ഭട്ട് എന്നാണ് ഇപ്പോൾ ഈ സിപ്ലൈനിൽ കയറിയിരിക്കുന്ന ആളുടെ പേര്. അദ്ദേഹത്തെ എന്തിനങ്ങോട്ടേക്ക് സിപ്ലൈനിലേക്ക് കയറ്റിവിട്ടു എന്നുള്ള കാര്യവും ഒക്കെ ഇപ്പോൾ സംശയത്തിലാണല്ലോ. ഇയാളെ കൂടാതെ ഈ പ്രാദേശിക ബന്ധമുള്ളയാളാണ് സിപ്ലൈൻ ഓപ്പറേറ്റർ. ഇയാളെ കൂടാതെ മറ്റാരെയെങ്കിലും NIA-യുടെ ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ ഉണ്ടോ? എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? NIA ഇത്തരം വിവരങ്ങൾ പൂർണ്ണമായും തിരക്കുകയാണ്. പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾ മൊബൈൽ ക്യാമറയിലും മറ്റും പകർത്തിയ ദൃശ്യങ്ങളിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കാനാണ് ശ്രമിക്കുന്നത്. നേരത്തെ നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ച ശ്രീജിത്ത്, മലയാളിയായ പൂനെയിൽ ഇപ്പോൾ താമസിക്കുന്ന ശ്രീജിത്ത് പകർത്തിയ ദൃശ്യങ്ങളും വലിയൊരു തെളിവായി മാറുകയാണ്. NIA-യുടെ അന്വേഷണത്തിൽ അതും ഉൾപ്പെടുന്നുണ്ട്. ഇതുപോലെ 600-ലധികം ചിത്രങ്ങൾ താൻ പകർത്തിയിട്ടുണ്ടെന്ന് ഈ ശ്രീജിത്ത് പറയുന്നു. അങ്ങനെ ആ പ്രദേശത്ത് ആ സമീപ ദിവസങ്ങളിൽ, ആ ദിവസം മാത്രമല്ല അതിൻ്റെ സമീപ ദിവസങ്ങളിലും പകർത്തപ്പെട്ട ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ സിപ്ലൈൻ ഓപ്പറേറ്ററെ ഇപ്പോൾ NIA ചോദ്യം ചെയ്യുകയാണ്. അല്പസമയം മുമ്പാണ് NIA-യുടെ അന്വേഷണ സംഘം ഇയാളെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയത്. ഒരുപക്ഷെ അത് അറസ്റ്റിലേക്ക് തന്നെ പോകാനുള്ള സൂചനകളും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. എന്തായാലും തന്ത്രപ്രധാനമായ നീക്കങ്ങൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. ഈ മേഖലകളിൽ വ്യാപകമായ തിരച്ചിൽ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് കാശ്മീരിൻ്റെ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ തിരച്ചിലിന് വേണ്ടി വലിയ സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് സൈന്യവും CRPF-ഉം ജമ്മു കാശ്മീർ പോലീസും അടക്കം ചേർന്നുകൊണ്ടുള്ള സംയുക്ത സേനയാണ് ആ മേഖലകളിലെ തിരച്ചിൽ നടക്കുന്നത്. ഇന്നലെ ഈ സൈന്യവും തീവ്രവാദികളും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടൽ നടന്നിരുന്നു. പക്ഷേ ഈ തീവ്രവാദികളെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഇന്നും അത്തരം ചില ഏറ്റുമുട്ടലുകൾ നടക്കുന്നു എന്ന അനൗദ്യോഗിക റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാറായിട്ടില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, തീവ്രവാദികളുടെ തൊട്ടരികിൽ തന്നെ സുരക്ഷാ സേന എത്തിയിട്ടുണ്ട്. നമ്മുടെ സേന ഇവരെ വളഞ്ഞിട്ടുകൊണ്ടുള്ള നീക്കത്തിലേക്ക് തന്നെ കടക്കുകയാണ്. നാളെ സുപ്രധാനമായ മറ്റൊരു നീക്കമുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഖാജ ആസിഫ്, പാക് ഡിഫൻസ് മിനിസ്റ്ററുടെ ട്വിറ്റർ അക്കൗണ്ട്, എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തി എന്നതാണ്. കാരണം വളരെ പ്രകോപനപരമായ പ്രസ്താവനകൾ ഇന്ത്യക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന ഖാജ ആസിഫിൻ്റെ ട്വിറ്റർ എക്സ് അക്കൗണ്ടിന് നിരോധനം ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി മുതൽ അത് ഇന്ത്യയിൽ ലഭ്യമല്ല എന്ന കാര്യം കൂടി ശ്രദ്ധേയമാണ്. അത്തരം നീക്കത്തിലേക്ക് കൂടി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ചില യൂട്യൂബ് ചാനലുകൾക്ക്, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്കെതിരെ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്ന ചില യൂട്യൂബ് ചാനലുകൾക്ക് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഖ്വാജ ആസിഫിൻ്റെ, പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിനും ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് തുടർച്ചയായിട്ട് വിദ്വേഷ പ്രചരണങ്ങൾ, ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ. ഇത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരുന്നത്. അതിനിടയ്ക്കാണ് ഈ വീഡിയോയും പുറത്തു വന്നിരിക്കുന്നത്. ഋഷി ഭട്ട് എന്ന വിനോദസഞ്ചാരി എടുത്ത സിപ്ലൈനിലെ ഒരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോയിൽ പുറകിൽ കാണാം അവിടെ വെടിവെപ്പ് നടക്കുന്നുണ്ട്. ഇതിൽ സംശയകരമായി മാറിയിരിക്കുന്നത് സിപ്ലൈൻ ഓപ്പറേറ്ററുടെ പങ്കാളിത്തമാണ്. സിപ്ലൈൻ ഓപ്പറേറ്റർ കശ്മീർ സ്വദേശിയാണ്. ഇയാൾക്ക് ഈ വെടിവെപ്പുമായി ബന്ധമുണ്ടോ, ഭീകരരെ സഹായിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് NIA അന്വേഷിക്കുന്നത്. ഈ സിപ്ലൈൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഋഷി ഭട്ട് എന്ന വിനോദസഞ്ചാരിയെ സിപ്ലൈനിലേക്ക് കയറ്റി വിടുന്ന സമയത്ത് അള്ളാഹു അക്ബർ എന്ന് ഈ പ്രാദേശിക ബന്ധമുള്ള ഇയാൾ പറഞ്ഞതാണ്. അതാണ് ഇപ്പോൾ സംശയത്തിന് ഇട നൽകുകയും NIA-യുടെ കസ്റ്റഡിയിലേക്ക് ഇയാൾ വരുവാൻ കാരണമായിരിക്കുന്നു. ഋഷി ഭട്ട് നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. തനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അവിടെ വെടിവെപ്പ് നടക്കുന്നുണ്ട് എന്ന കാര്യം. പിന്നിൽ വെടിവെപ്പ് നടക്കുന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് തന്നെ എന്തിനാണ് ഇങ്ങനെ സിപ്ലൈനിലേക്ക് കയറ്റിവിട്ടത് എന്ന കാര്യം ഇപ്പോൾ ഞെട്ടലോടുകൂടിയാണ് ഋഷി ഭട്ട് മാധ്യമങ്ങളോട് അല്പസമയം മുമ്പ് സംസാരിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ വനം വകുപ്പ്. മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയ വേടനെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പുലിപ്പല്ല് സമ്മാനമായി നൽകിയ രഞ്ജിത്തിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണ്.
ഇദ്ദേഹത്തിന് മദ്രാസിൽ ഒരു ഗാനമേള ഇവരുടെ ഈ റാപ്പ് പരിപാടി അതിൽ ഇടയ്ക്ക് ഒരു ആരാധകൻ കൊടുത്തതാണ്. അപ്പോൾ അവർ അയാൾ കൂടെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു. അതിൽ തന്നെ UK, ഫ്രാൻസ് പൗരത്വമുള്ളവരാണ്. ഇവരുടെ ഈ ശ്രീലങ്കൻ നിന്ന് ഇവർ സംസാരത്തിന്റെ ഭാഷയിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചപ്പോൾ ഫ്രാൻസ് ഓർ UK പൗരന്മാരാണ്, ശ്രീലങ്കയിൽ നിന്ന് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തവരാണ്. അതിലാണ് അവർ കുറച്ച് പേര് 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് ഡയറക്റ്റ് അവരുമായിട്ട് ബന്ധം അങ്ങനെ ഡയറക്റ്റ് എന്നുള്ള ബന്ധമില്ല, ജസ്റ്റ് അന്നുള്ള ബന്ധമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമിൽ ബന്ധമുണ്ടെന്നാണ് പുള്ളി ആദ്യത്തെ ഇതിൽ പറഞ്ഞു വിടുന്നത്. താൻ വലിക്കുകയും കുടിക്കുകയും ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാമെന്നും എന്നാൽ രാസലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നുമാണ് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ വേടൻ പറഞ്ഞത്. കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു? മാസം ഞാൻ കഞ്ചാവ് വലിക്കുന്ന ആളാണ്, ഞാൻ കള്ളു കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്ന ആളാണ്, എല്ലാവർക്കും അറിയാമത്. കൂടുതൽ വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുകയാണ്. ഡാനി, വനം വകുപ്പിന്റെ FIRൽ എന്തെല്ലാം കാര്യങ്ങളാണ് വേടനെതിരെ പറഞ്ഞിട്ടുള്ളത്? മഞ്ജുഷ, ഹിരൺദാസ് എന്ന റാപ്പർ വേടനെ ഇപ്പോൾ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന് വനം വകുപ്പ് അവരുടെ ഒരു കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമെന്നാണ് പറയുന്നത്. 2 ദിവസത്തെ കസ്റ്റഡി ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായും തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ആദ്യം തൃശ്ശൂരിലെ ജ്വല്ലറിയിൽ അവിടെ എത്തിച്ച് ഈ പുലി അതിൻ്റെ പല്ല് ഇപ്പോൾ കാണുന്ന ലോക്കറ്റിൻ്റെ രൂപത്തിലാക്കിയതിനടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് അവിടെ വെച്ചാണ്. അപ്പോൾ അവിടെ എത്തി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ താമസിച്ചിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന ഫ്ലാറ്റിലും എത്തിച്ച തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ 2 കാര്യങ്ങളാണ് വനം വകുപ്പ് വളരെ തിടുക്കത്തിൽ ചെയ്യാനുള്ളത്, വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ളത്. കാരണം 2 ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഈ FIR സംബന്ധിയായ കാര്യങ്ങൾ പറയുന്നത്, ഇതിൽ ഈ മൃഗവേട്ട അടക്കമുള്ള കാര്യങ്ങൾ, ഏറ്റവും ഗുരുതര സ്വഭാവമുള്ള മൃഗവേട്ട അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തിയിട്ടുണ്ട്. കാരണം ഈ പുലിപ്പല്ല ലഭിച്ചത് എങ്ങനെ എന്നതിന് കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്തേണ്ടതുണ്ട്. നിലവിൽ വേടൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരു സുഹൃത്ത് സമ്മാനമായി നൽകിയിരിക്കുന്നു എന്നാണ്. ശ്രീലങ്കൻ വംശജനായ രജനീഷ് കുമ്പിടി എന്നൊരാളാണ് ഇത് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി സമൂഹ മാധ്യമം വഴി അദ്ദേഹവുമായി തനിക്ക് പരിചയമുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹം ശ്രീലങ്കൻ പൗരത്വമുള്ളപ്പോൾ തന്നെ ഇപ്പോൾ UK കുടിയേറിയിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുറച്ച് കമ്പനി സുഹൃത്ത് സംഘങ്ങളെ തനിക്കറിയാം, അവർ നൽകിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ വനംവകുപ്പിന് അത് സ്ഥിരീകരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് ഈ രജനീഷുമായി ബന്ധപ്പെടാനുള്ള ഒരു ശ്രമങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഇതിൽ തുടക്കത്തിൽ പറയുന്നത് ഇത് തനിക്ക് അറിയില്ലായിരുന്നു, ഇത് യഥാർത്ഥത്തിലുള്ളതാണോ എന്ന വിവരം തനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ വനംവകുപ്പിൻ്റെ വനം നിയമപ്രകാരം ഈ സംരക്ഷിതമായ മൃഗങ്ങളുടെ ഏതെങ്കിലും ഒരു വസ്തു സൂക്ഷിക്കുക ഇതെല്ലാം ചെയ്യുന്നത് ഗുരുതരമായ കുറ്റമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര 3 വർഷം മുതൽ 10 വർഷം വരെ പോകാവുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ വേടനെതിരെ ചുമത്തിയിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അറിഞ്ഞോ അറിയാതെയോ ഇതെല്ലാം തന്നെ കയ്യിൽ കൊണ്ടു നടക്കുന്നതും ഈ കുറ്റകൃത്യങ്ങളിൽ പെടുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് സമ്മാനമായി ലഭിച്ചതാണെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത കൂടി വേടന് വരുന്നുണ്ട്. സ്വാഭാവികമായും ആ സുഹൃത്തിലേക്ക് അടക്കം അന്വേഷണം ചെല്ലേണ്ടതുണ്ട്. അദ്ദേഹത്തെ അടക്കം ഈ വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പൂർത്തിയാകും. ചുരുക്കത്തിൽ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ വേടൻ ഇപ്പോൾ കൂടുതൽ ഗൗരവതരമായ വകുപ്പുകളാണ് വനംവകുപ്പിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് ഗുരുതരമായി തന്നെ കാണുന്നുവെന്ന് വനനിയമം കൃത്യമായി പാലിക്കുമെന്നും ഇന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ അടക്കം പറയുകയുണ്ടായി. അതനുസരിച്ച് തന്നെയാണ് കേസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. കഞ്ചാവ് കേസിൽ വേടനും സുഹൃത്തുക്കൾക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഉണ്ടായിരുന്ന ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കോടതി വേടൻ്റെ ഈ റിമാൻഡ് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുകയും ചെയ്യും. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ നിർമ്മാണ സഹായിയായ ജോഷിയെ എക്സൈസ് ചോദ്യം ചെയ്യുകയാണ്. ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. മുഖ്യപ്രതി തസ്ലിമയെ അറിയാമെന്നും എന്നാൽ ലഹരി ഇടപാടില്ലെന്നുമാണ് ജോഷി പ്രതികരിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ജോഷിയെ വീണ്ടും ചോദ്യം ചെയ്യും. താങ്കളായിട്ട് ഡയറക്റ്റ് ബാങ്ക് ഇടപാടുകളുണ്ടോ? ഇല്ല, ഞാനിത് നമ്മൾ ചോദിക്കുമ്പോഴേക്കും നമ്മൾ ഒരു 10, 200, 300 ഇട്ട് കൊടുക്കുന്നല്ലാതെ വേറെ നമ്മളൊന്നും കൊടുക്കൂല. ഞാൻ അത്യാവശ്യം കുറച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. തസ്ലീമയുമായിട്ടാണോ സൗമ്യയുമായിട്ടാണോ? സൗമ്യമായിട്ട് ബന്ധമില്ല കേട്ടോ. സൗമ്യ എനിക്കറിയില്ല.
ജസ്റ്റ് ടീന എനിക്ക് അറിയുള്ളൂ. തസ്ലിമ എന്ന് പറഞ്ഞപ്പോൾ പിടിച്ചപ്പോഴറിയണം ഇങ്ങനെ. ക്രിസ്റ്റീന. ആര് ചോദിച്ചാലും നമ്മളെ സംബന്ധിച്ച് ഒരു ഫുഡ് കഴിക്കാണെന്ന് ചോദിച്ചാൽ വിശക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇട്ട് കൊടുക്കും. അത്ര സൗഹൃദമുണ്ടോ ഇവരുമായിട്ട്? അത്ര എങ്ങനെയാണ് നമ്മൾ ഒരു പരിചയമില്ല? അങ്ങനെയല്ല, 6 വർഷമായിട്ട് ആള് പരിചയമുണ്ട് നമ്മളോട്. എങ്ങനെയാണ് പരിചയം? അല്ല, അതൊരു ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു കോർഡിനേറ്റർ ആണെന്ന് പറയുമ്പോൾ നമ്മളൊന്ന്. കോർഡിനേറ്റർ ആണെന്നാണോ നിങ്ങൾ? അതെ, നമ്മൾ കോർഡിനേറ്റർ. എന്തിന്റെ കോർഡിനേഷൻ ആണ് തസ്ലിമ? അത് എനിക്കൊരു ഫിലിം കോർഡിനേറ്റർ എന്നാ പറയണേ. അപ്പൊ അല്ല, താങ്കൾ സിനിമാ രംഗത്തുള്ള ആളാണല്ലോ. അങ്ങനെ സജീവമുള്ളതല്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ തന്നെ എന്ത് സിനിമയുമായി ബന്ധപ്പെട്ട കോർഡിനേഷനിലാണ് അവർ ഇടപെട്ടിട്ടുള്ളത്? അതിപ്പോ ഒരുപാട് പടങ്ങളുണ്ട്. അത് ശരിയാ, ഒരു 2-3 പടങ്ങൾ ഞാൻ കണക്ട് ചെയ്തു. പക്ഷെ അത് കോർഡിനേറ്റർ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ത് ജോലിയാണ് അവർ ചെയ്യുന്നത്? എന്ത് ജോലിയാണ് ചെയ്യുന്നത്? താങ്കളുമായി പരിചയപ്പെടാനുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് ജോലിയിലാണ് നിങ്ങൾ? ഒരു ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇതിൽ വന്ന് പരിചയപ്പെട്ടോ, ഒരു മീറ്റിങ്ങോട്ട് ബന്ധപ്പെട്ട, അല്ലാതെ. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ എക്സൈസിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ഇന്നലെ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ചോദ്യം ചെയ്തതിനു ശേഷം എന്തൊക്കെ വിവരങ്ങൾ എക്സൈസിന് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിവായിട്ടുള്ളത്? അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് ജേതാവായ ജിൻഡോയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടല്ലോ, ജിൻഡോ എത്തുമോ ഇന്ന്? മഞ്ജുഷ, 2 മണിയോടുകൂടി ജിൻഡോ എത്തുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് ജിൻഡോയോട് രാവിലെ 10 മണിക്ക് ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ എത്തണമെന്ന് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും പിന്നീട് ജിൻഡോ സമയം കൂട്ടി ചോദിക്കുകയായിരുന്നു. അങ്ങനെ ഉച്ചയോടുകൂടി എത്താമെന്ന് എക്സൈസിനെ അറിയിക്കുകയും ചെയ്തു. രാവിലെ നടന്നത് നിർമ്മാണ മേഖലയിലുള്ള നിർമ്മാണ സഹായിയായ ജോഷിയെ ചോദ്യം ചെയ്യലാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ജോഷി ചോദ്യം ചെയ്യലിന് ശേഷം ഭക്ഷണം കഴിക്കാനായി ഇറങ്ങിയപ്പോൾ നടത്തിയ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഇവർ തമ്മിൽ തസ്ലീമയുമായി ബാങ്ക് ഇടപാടുകൾ ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചു. ഈ ബാങ്ക് ഇടപാടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്തിനു വേണ്ടിയാണ് ഇവരൊക്കെ തസ്ലീമയ്ക്കും സൗമ്യയ്ക്കുമൊക്കെ പണം നൽകുന്നതെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് എക്സൈസ് സംഘം ഇവരെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഇതേ നിലപാടുകൾ, ഇതേ ട്രാൻസാക്ഷൻസ് തന്നെയായിരുന്നു ശ്രീനാഥ് ഫാസിയും ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയുമായി ഉള്ളത്. ഇന്നലെ എത്തിയ സംഘം, അതായത് ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും ശ്രീനാഥ് ഫാസി ആണെങ്കിലും സൗമ്യയാണെങ്കിലും ഇവർ വളരെ കൃത്യമായി ഇന്നലെ വിശദീകരിച്ചത് ഇവർക്ക് ഈ ലഹരി സംബന്ധിച്ചല്ല പണം കൈമാറിയിരിക്കുന്നത്, മറിച്ച് ഇവര് റിയൽ മീറ്റ് എന്ന പേരിൽ ഇവര് പെൺവാണി ഇടപാടുകൾ നടത്തുന്നുണ്ട്. ആ ഇടപാടുകൾ സ്ത്രീകളെ എത്തിച്ചു നൽകിയതിന്റെ പേരിൽ പണം കൈപ്പറ്റി എന്നുള്ളതാണ്. ആ രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ കേസിൽ ലഹരിക്കായി പണം കൈമാറിയിട്ടുണ്ടോ എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് എക്സൈസിന് എത്താൻ കഴിയാത്തത്. ഈ 6 മാസത്തെ ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ 120 പേജോളം വരുന്ന ഇതിൽ പല തവണ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഫാസിയും ഇവർക്ക് പണം കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. 35,000, 25,000 രൂപ മുതൽ 2,000, 3,000 രൂപ വരെയുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഈ കുറഞ്ഞ തുകകൾ എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് സ്ത്രീകളെ എത്തിച്ചു നൽകുന്നതിന് കമ്മീഷനായി കിട്ടുന്ന തുകയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ഇവർ വളരെ പ്ലാൻഡായി നിയമപരമായി നിലനിൽക്കത്തക്ക രീതിയിൽ, പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ പെൺവാണിഭ ഇടപാടുകൾ മാത്രമാണ് ഞങ്ങൾ തമ്മിൽ ഉള്ളത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കാണ് 3 പേരും ഇന്നലെ മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും സംശയ ദൂരീകരണം ഈ കേസിൽ നടത്തേണ്ടതുണ്ട്. സൗമ്യയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നുള്ളത് എക്സൈസ് സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല, നിലവിൽ ആലപ്പുഴയിൽ എത്തിയ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസിൽ ഇവർക്ക് ഇടപാടുകൾ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ശ്രീനാഥ് ഫാസി തനിക്ക് കഞ്ചാവ് വിൽപ്പന ഇടപാടുകൾ ഈ സൗമ്യയുമായി തസ്ലീമയുമായി ഉണ്ട് എന്നുള്ളത് എക്സൈസിനോട് ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ആലപ്പുഴയിൽ എത്തിയ ഹൈബ്രിഡ് കഞ്ചാവുമായി ആ ഒരു ഇടപാടുകൾക്ക് ബന്ധമില്ല എന്നുള്ളതാണ് നിലവിലത്തെ പ്രാഥമികമായ വിലയിരുത്തൽ. പക്ഷേ അതിനുമൊക്കെ അപ്പുറത്തേക്ക് കൃത്യമായ അഭിഭാഷകർക്കൊപ്പം എത്തിയ ഇവർ ഈ പെൺവാണിഭ ഇടപാടുകൾ മാത്രമാണ് നടത്തിയത് എന്ന് പറയുകയാണ് എക്സൈസിനോട്. അത് നിയമപരമായി ഇവർക്ക് നിലനിൽക്കുന്നതിനുള്ള ഒരു സാധ്യത കൂടി അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. കാരണം ലഹരി ഇടപാടുകളില്ല, മറിച്ച് ഇടപാടുകൾ ഇത് മാത്രമാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലാണ് അവർ ആ സ്റ്റേറ്റ്മെന്റുകൾക്കൊക്കെ ഈ ഇത്രയും ഇടപാടുകൾ നടന്നതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നലെ ഇവിടെ നടന്ന ചോദ്യം ചെയ്യലിന് ശേഷം ഷൈൻ ടോം ചാക്കോയെ പിന്നീട് ലഹരി വിമുക്തി കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ അങ്ങനെ ഒരു ലഹരി വിമുക്ത ചികിത്സയിലേക്ക് പോകുന്ന ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സ തേടിയ ഒരാൾക്ക് ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചെറിയ ക്വാണ്ടിറ്റി കേസുകൾ, അതായത് ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചികിത്സ തേടിയ ആൾക്ക് പോകാനാകും. അത്തരം ഒരു നിയമസാധ്യത കൂടി ഇതിനകത്തുണ്ട്. അതും അത്തരം കാര്യങ്ങളും അഭിഭാഷകരുടെ നിർദ്ദേശപ്രകാരമാണോ ഉണ്ടായിട്ടുള്ളത് എന്ന് അടക്കമുള്ള കാര്യങ്ങളും എന്തായാലും
കോഴിക്കോട് കുന്നമംഗലം കാരന്തൂരിലെ ലോഡ്ജിൽ നിന്ന് MDMA പിടികൂടിയ കേസിലെ മുഖ്യപ്രതി പിടിയിലായി. നൈജീരിയൻ സ്വദേശിയാണ് പിടിയിലായത്. നോയിഡയിൽ എത്തിയാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. നേരത്തെ പിടിയിലായ ടാൻസാനിയൻ സ്വദേശികളിൽ നിന്നാണ് പ്രതിയെക്കുറിച്ച് പോലീസിന് വിവരം കിട്ടിയത്. ജനുവരി 21 നടന്ന പരിശോധനയിലാണ് 227 ഗ്രാം MDMAയുമായി മുസമ്മിൽ, അഭിനവ് എന്നിവർ പിടിയിലായത്. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനെ ചൊല്ലി വിവാദം. തുറമുഖത്തിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റേതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. തുടർച്ചയായി സർക്കാർ പരിപാടികൾ പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയതെന്നാണ് സൂചന. കേരളം കാത്തിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് ക്ഷണമില്ല. സർക്കാരോ വിഴിഞ്ഞം തുറമുഖ കമ്പനിയോ ഇതുവരെ സതീശനെ ക്ഷണിച്ചിട്ടില്ല. പങ്കെടുക്കേണ്ടവരുടെ പട്ടിക പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഏജൻസികൾക്ക് നേരത്തെ കൈമാറിക്കഴിഞ്ഞു. അതിനാൽ ഇനി പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാനും സാധ്യതയില്ല. വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത്. പ്രതിഷേധമുണ്ടെങ്കിലും പരിപാടി ബഹിഷ്കരിക്കില്ലെന്ന് കോവളം MLA M. വിൻസെന്റ് പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം UDFന്റെ കുഞ്ഞാണ്, ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ്. അതിന്റെ വളർച്ചയിൽ ഞങ്ങൾക്ക് മറ്റാരെക്കാളും വലിയ ഉത്തരവാദിത്വവും ഞങ്ങൾക്ക് ശ്രദ്ധയുമുണ്ട്. അതുകൊണ്ട് വളരെ വികാര വായ്പോട് കൂടിയിട്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓരോ സ്റ്റെപ്പിനെയും ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ പങ്കെടുക്കും. വാർഷികാഘോഷം ഉൾപ്പെടെ സർക്കാരിന്റെ പല പരിപാടികളും പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണ്. അതിനാലാണ് വിഴിഞ്ഞം ഉദ്ഘാടനത്തിനും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതെന്നാണ് സർക്കാരിന്റെ അനൌദ്യോഗിക വിശദീകരണം. കോൺഗ്രസിന്റെ MPയെയും MLAയും ക്ഷണിച്ചിട്ടുണ്ടെന്നും സർക്കാർ കേന്ദ്രങ്ങൾ പറയുന്നു. ആരെയൊക്കെ സ്റ്റേജിൽ അനുവദിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. ആരൊക്കെ പങ്കെടുക്കണമെന്നുള്ളതിൽ ഒന്നും തീരുമാനിച്ചിട്ടില്ല. സാധാരണ പ്രൈം മിനിസ്റ്ററുടെ പ്രോഗ്രാം ഡൽഹിയാണ് തീരുമാനിച്ചു വരുന്നത്. അതിന് എന്തെങ്കിലും തീരുമാനിച്ച് വന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അല്ല, ഞങ്ങളാരോ അല്ലല്ലോ ചെയ്യേണ്ടത്. അത് ഡൽഹിയിൽ നിന്നാണ് തീരുമാനിച്ചു വരുന്നത്. ആരൊക്കെയാണ് വേദിയിൽ ഇരിക്കണം, അതൊക്കെ ആരൊക്കെയാണ് ഇരുത്തേണ്ടത് സംബന്ധിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ വിഴിഞ്ഞം തുറമുഖ സന്ദർശനത്തിനിടെ തുറമുഖ ഓഫീസിൽ നടന്ന യോഗത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പങ്കെടുത്തതിനെതിരെയും പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. 2 നിലകളിൽ പ്രതിപക്ഷ നേതാവിന് അതിൽ പങ്കെടുക്കാൻ അർഹതയുണ്ട്. ഒന്ന്, അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ നേതാവാണ്. 2, ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചതാരാ? UDF സർക്കാരാണ്, ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഒരുപാട് പ്രതിസന്ധികളെയും അഴിമതി ആരോപണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ പദ്ധതി, അതിന്റെ ശരിക്കും ഈ പദ്ധതിയുടെ പ്രവർത്തനം തുടങ്ങി വെച്ചത് ഉമ്മൻചാണ്ടിയാണ്. മുഖ്യമന്ത്രിയുടെ വിഴിഞ്ഞം സന്ദർശനം അനൌപചാരികമാണെന്നാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. ഹെഡ്ഗേവാർ വിവാദത്തിൽ പാലക്കാട് നഗരസഭയിൽ കയ്യാങ്കളി. ഭരണകക്ഷിയിലെ BJP കൌൺസിലർമാരും പ്രതിപക്ഷത്തെ അംഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് എത്തിയാണ് തമ്മിൽ തല്ലുന്ന കൌൺസിലർമാരെ പിരിച്ചുവിട്ടത്. നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതിനെതിരെയുള്ള പ്രതിഷേധമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. പാലക്കാട് നഗരസഭ കൗൺസിൽ യോഗം ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപാണ് പ്രതിഷേധവുമായി പ്രതിപക്ഷാംഗങ്ങൾ എത്തിയത്. നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് വ്യക്തമാക്കി പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുകൾ ഉയർത്തി, മുദ്രാവാക്യം മുഴക്കി. പ്രതിപക്ഷ കൗൺസിലർമാർ ചെയർപേഴ്സന്റെ ഡയസിലേക്ക് കയറിയതോടെ കാര്യങ്ങൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങി. വിസിറ്റേഴ്സ് ഗാലറിയിലുള്ളവരെ BJPക്കാർ എത്തിച്ചതാണെന്നും കൗൺസിലർമാർ തമ്മിലുള്ള തർക്കത്തിൽ അവർ ഇടപെട്ടുവെന്നും LDF UDF അംഗങ്ങൾ ആരോപിച്ചു. നഗരസഭ നിർമ്മിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിട്ടത് സഭയിൽ ചർച്ച ചെയ്യാതെയാണെന്നും അത് അനുവദിക്കില്ല എന്നുമുള്ള ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷ കക്ഷികൾ. എന്നാൽ കേന്ദ്രത്തിന് പേരിടുന്ന കാര്യം നേരത്തെ തീരുമാനിച്ചതാണെന്നും അതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഉറച്ച നിലപാടെടുക്കുന്നു BJP. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ വൻ പോലീസ് സുരക്ഷയാണ് നഗരസഭയ്ക്ക് പുറത്ത് ഏർപ്പെടുത്തിയിരുന്നത്. 3 ആഴ്ച മുൻപ് നടന്ന നൈപുണ്യ കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിനിടെയും പ്രതിഷേധം ഉയർന്നിരുന്നു. അന്ന് പ്രതിഷേധക്കാർ ശിലാഫലകം തകർക്കുകയും വാഴ നടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
PV അൻവർ തൃണമൂൽ ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസ് പാളയത്തിൽ എത്തുമെന്ന് സൂചന. കോൺഗ്രസ് നേതൃത്വവുമായി തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയിൽ വിഷയം ചർച്ചയായതായാണ് വിവരം. മലപ്പുറത്തു നിന്നുള്ള ഒരു വിഭാഗം നേതാക്കളുടെ വിയോജിപ്പ് തുടരുന്നതിനിടെയാണ് PV അൻവറിനെ പാർട്ടിയിൽ ഉൾപ്പെടുത്താനുള്ള നിർണായകമായ ചർച്ചകൾ രഹസ്യമായി പുരോഗമിക്കുന്നത്. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ ഘടകകക്ഷിയാക്കുന്നതിനുള്ള പ്രായോഗിക തടസ്സങ്ങൾ കോൺഗ്രസ് നേതൃത്വം PV അൻവറിനെയും അദ്ദേഹത്തിന്റെ വിശ്വസ്തരെയും ബോധ്യപ്പെടുത്തിയതിന് പിന്നാലെയാണ് അൻവറിനെ കോൺഗ്രസിന്റെ ഭാഗമാക്കാനുള്ള നിർണായക ചർച്ചകൾക്ക് വഴി തുറന്നത്. തൃണമൂൽ കോൺഗ്രസിലെ PV അൻവറിന്റെ വിശ്വസ്തർ ഒഴികെയുള്ളവർ TMC ബന്ധം ഉപേക്ഷിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് പ്രവേശനത്തോട് കടുത്ത വിയോജിപ്പ് ആദ്യം തന്നെ അറിയിച്ചിരുന്നു. KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ രമേശ് ചെന്നിത്തലയും PV അൻവറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ രാഷ്ട്രീയ നീക്കത്തിന് സാധ്യത തെളിഞ്ഞത്. കോൺഗ്രസ് നേതൃത്വവുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ UDF-ലെ പ്രധാന ഘടകകക്ഷി നേതാക്കളുമായി വസതികളിലെത്തി അൻവർ നടത്തിയ കൂടിക്കാഴ്ച തന്റെ രാഷ്ട്രീയ നീക്കത്തിന് പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയെന്നാണ് വിവരം. അതേസമയം മലപ്പുറത്തു നിന്നുള്ള KPCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം അൻവറിനെ കോൺഗ്രസിന്റെ ഭാഗമാക്കാനുള്ള തീരുമാനത്തോട് വിയോജിപ്പ് അറിയിച്ചതായാണ് സൂചന. BJP പാളയത്തിൽ നിന്ന് സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എത്തിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് മുൻതൂക്കം നൽകിയതിന് സമാനമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ സാന്നിധ്യം കോൺഗ്രസ് ക്യാമ്പിന് ആവേശം പകരുമെന്ന വിലയിരുത്തലിലാണ് മുതിർന്ന നേതാക്കൾ. 2-ാം തീയതി ചേരുന്ന UDF യോഗത്തിന് പിന്നാലെ അൻവർ വിഷയത്തിലെ പൊളിറ്റിക്കൽ സസ്പെൻസിനും അവസാനമായേക്കും. അതേസമയം നിലമ്പൂർ സ്ഥാനാർത്ഥിത്വത്തിനായി VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും കടുംപിടുത്തം തുടരുന്നതിനിടെ PV അൻവറിനെ കോൺഗ്രസിന്റെ ഭാഗമാക്കാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനം അപ്രതീക്ഷിത നീക്കങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന അഭ്യൂഹവും ഏറുകയാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് വിട്ട് അൻവർ കോൺഗ്രസിൽ ചേക്കേറില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം EA സുഗു. തൃണമൂൽ കോൺഗ്രസിന് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും കമ്മിറ്റിയും ഭാരവാഹികളും രൂപീകരിച്ചു കഴിഞ്ഞതാണ്. TMCയെ UDF-ന്റെ ഘടകകക്ഷിയാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും സുഗു പറഞ്ഞു. കാനഡയിൽ തുടർച്ചയായി 4-ാം തവണയും അധികാരം നിലനിർത്തി ലിബറൽ പാർട്ടി. മാർക്ക് കാർണി തന്നെ അടുത്ത പ്രധാനമന്ത്രിയാവുമെന്നാണ് വിവരം. സാമ്പത്തിക പ്രതിസന്ധി, കുടിയേറ്റ പ്രശ്നം, US-ഉമായുള്ള ശീതയുദ്ധങ്ങൾ എന്നിവ മുൻനിർത്തി ജസ്റ്റിൻ ട്രൂഡോ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെയാണ് ആ സ്ഥാനത്തേക്ക് മുൻ കേന്ദ്ര ബാങ്ക് ഗവർണറായ കാർണി എത്തുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികാര നടപടികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത കാർണിക്ക് അനുകൂലമായി ജനവിധി വരികയായിരുന്നു. സീറ്റ് നിലനിർത്താൻ കഴിയാത്തതിനെ തുടർന്ന് ഖലിസ്ഥാൻ നേതാവായി അറിയപ്പെടുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി മേധാവി ജഗ്മീത് സിംഗ് രാജിവെച്ചു.